ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഒരു ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾ തന്നെ ഫസ്റ്റ് എൻ്റെ വീഡിയോ കാണാൻ വന്നതും എൻ്റെ തംബ്നൈൽ കണ്ടിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും ഒരു വളരെ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്. എന്താ പറയുക, ഒട്ടും വിചാരിച്ചല്ല കേട്ടോ. നമുക്ക് ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറയാനൊരു ഫ്രണ്ട് ഉണ്ടാകുമ്പം സംസാരിച്ച് ഇതിലേക്ക് എത്തുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പേര് കണ്ടുപിടിക്കുന്നു. അങ്ങനെ പേരൊക്കെ കണ്ടുപിടിച്ച് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നു, സാധനം എടുക്കുന്നു. അവിടുത്തെ കടകൾ മുഴുവനും കയറി നിരങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും എനിക്കിഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടിലേക്ക് തിരിച്ച് വന്ന്, ഇത് ശരിക്കും നടക്കുന്നത് ജൂലൈ ഒരു 1, 2, 3 ആ ഒരു ടൈമിലാണ് കേട്ടോ. ഈ പാപി ചെല്ലുന്നിടം പാളാതാളം എന്ന് പറയുന്ന പോലെ ചെന്നൈയിൽ അതുവരെ മഴ പെയ്യാത്ത ചെന്നൈയിൽ ഞാൻ പോയപ്പോൾ മഴയും പെയ്തു. ഐശ്വര്യമാണ് ഐശ്വര്യം. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. ജൂലൈ 4-ാം തീയതി ഞങ്ങളുടെ ബിസിനസ് ഇതാ ഔദ്യോഗികമായി ഞങ്ങളുടെ അമ്മ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പേരെന്താണെന്ന് വെച്ചാൽ കെംതാരി ജ്വല്ലേഴ്സ് എന്നാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും കെംതാരി ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും നമ്പറും താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. കെംതാരി ജ്വല്ലേഴ്സ് നമ്മുടെ പേരൊന്നും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, അബ്രാമി വ്ളോഗ്സ് തന്നെയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഞാനിങ്ങനെ പോകുന്നേ ഉള്ളൂ. ഇപ്പം ചിലപ്പം ഈ തംബ്നൈൽ കണ്ടുവരുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനനുസരിച്ചുള്ള ഉത്തരം പറയാൻ പറ്റൂ. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ഞാൻ പറയേണ്ടത്. ഞാൻ ഇത്രയും ദിവസം ആലോചിച്ചു ഞാൻ എന്തും പറഞ്ഞിട്ട് ഈ വീഡിയോ തുടങ്ങുക എന്നുള്ളത്. അപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ജൂലൈ 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഫോളോവേഴ്സ് ആയിട്ടില്ല, ആകെ 100-200 ഫോളോവേഴ്സ് അത്രയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓർഡറൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് നമ്മുടെ എന്താ പറയുക, നമ്മളെ ഒരു സ്ഥാപനം, നമ്മുടെ ബിസിനസ്, നമ്മുടെ സാധനം അതൊരാൾ വാങ്ങുക, അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം അത് നമുക്ക് തരുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. അതിപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ. നമ്മളിപ്പം ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിലും, നമ്മളിപ്പം ഒരു ഡോക്ടറാണെങ്കിലും അല്ലേ, ആരായാലും നമ്മുടെ എഫേർട്ടിന് ഒരാളെ അംഗീകരിക്കുക എന്ന് പറയുമ്പം നമുക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചെന്നൈയിൽ നിന്നാണ് ഇതൊക്കെ മേടിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ചെന്നൈ ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ, എനിക്ക് വേറെ എവിടെയും അങ്ങനെ നോക്കിയിട്ടില്ല. ഇപ്പം എറണാകുളം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കാം. പിന്നെ ഫുഡ് സ്റ്റേ ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതാണല്ലോ കുറച്ചുകൂടെ ലാഭം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയത്. പക്ഷെ ചെന്നൈ മോശമില്ല, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മളിങ്ങനെ കുറേ നോക്കേണ്ടി വരും. നമുക്ക് പറ്റിയൊരു സപ്ലയേഴ്സിനെ കിട്ടാൻ, നമുക്ക് പറ്റിയ ഒരാളെ കിട്ടാൻ നമ്മൾ ഒരുപാട് നോക്കണ്ടേ. ഫസ്റ്റ് ടൈം പോയ സമയത്ത് എനിക്ക് എന്താ പറയുക, ഒരു പറ്റലൊക്കെ പറ്റിയിട്ടുണ്ട്, അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതെന്തായാലും പറ്റും. നമുക്കൊന്നും അറിയാത്തൊരു ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും അബദ്ധങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ ആരും വിചാരിക്കരുത്, ഇനിയിപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുന്നവരോടാണ്, ആരും വിചാരിക്കരുത് ഇന്നിപ്പോൾ ഞാൻ തുടങ്ങി ഇന്ന് തന്നെ എൻ്റെ സാധനങ്ങളെല്ലാം വിറ്റുപോകും, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. കാരണം കുറേ സമയമെടുക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു മാസമായി എന്ന് പറയുന്നു. ഒരു മാസമായിട്ട് ഇപ്പം നമുക്കറിയുന്ന കുറച്ച് ആൾക്കാരല്ലാതെ പുറത്തുനിന്ന് ഓർഡർ കിട്ടാൻ, നമുക്കറിയാത്ത ഒരാളുടെ അടുത്തുനിന്ന് ഓർഡർ കിട്ടാൻ കുറച്ച് വിഷമമായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പം അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ പലരും ഇങ്ങനെ ചിലരത് പെട്ടെന്ന് ക്ലിക്കാവും, ചിലരത് മെല്ലനെ ക്ലിക്കാവും, ചിലത് അങ്ങനെയാണ്. ഓക്കെ, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല, അങ്ങനെ വിചാരിക്കണം.
അപ്പോൾ ഇനിയിപ്പോൾ ഇത് ശരിയായില്ലെങ്കിലും വിഷമിക്കാനൊന്നും പാടില്ല. ശരിയായില്ല എന്ന് വിചാരിക്കാം. ഭയങ്കരമായ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് എത്രയാണ് ഉള്ളത്, ഇപ്പോൾ 1000 രൂപ 2000 രൂപ അങ്ങനെ വെച്ചിട്ട് സാധനം എടുക്കുക. അത് പോയി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും സാധനം എടുക്കുക. അപ്പം അതൊക്കെയാണ് ഞാൻ ഇപ്പം ബിസിനസ് തുടങ്ങുന്നവരോട് പറയാനുള്ളത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ഞാനായാലും വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 200 രൂപ 180 രൂപ ഒരു 300 രൂപ അതിൻ്റെ മുകളിലേക്ക് പ്രൈസ് പോവാതെ ആ ഒരു പ്രൈസിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള സാധനങ്ങളെല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ 200 രൂപ 150 രൂപ 300 രൂപ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഞാനിപ്പം കൊടുക്കുന്നുള്ളൂ. ആരായാലും നോക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളെപ്പോഴും നോക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു നെക്ലേസാണ് ഇത്. 250 റുപ്പീസിൻ്റെതാണ്. ഇതിന് വിത്ത് കമ്മലും കൂടെ ഉണ്ട്. ഇനി ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ലോങ് ചെയിനാണ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കാം നമുക്ക്. നിങ്ങൾ കണ്ടോ, ഇതൊരു ലോങ് ചെയിനാണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെ ഇടുമ്പം സാരീൻ്റെ കൂടെയൊക്കെ ഇടുമ്പം നല്ല സെറ്റുമുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ലോങ് ചെയിനാണ്. ഇതിന് 200 റുപ്പീസ് മാത്രമേ നമ്മളെ ചാനലിൽ മേടിക്കും, നമ്മളെ ഇതിൽ മേടിക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് വിത്ത് ഇയറിങ്സ് ആണ്, വിത്ത് കമ്മലും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇത് ഒരു ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള, ഈ പാലയ്ക്കൊന്നും ഒരിക്കലും നമ്മുടെ മലയാളീസിനെ ഔട്ടാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അത് എന്താ പറയുക, പോവില്ല, തീരെ ഒരിക്കലും പോവില്ല. ഇത് വെറും 100 റുപ്പീസ് മാത്രമാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം ഇത് കണ്ടോ നിങ്ങൾ, കുറച്ച് ഇറക്കമുണ്ടെന്നേ ഉള്ളൂ, ഇവിടെ വരെ എത്തുമായിരിക്കും. ഞാനിട്ട് കാണിച്ചു തരാം വേറുള്ളത്. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ഫാമിലിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് ഒക്കെ വേണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ പുതിയ കളക്ഷൻസ് ഇടുന്നതായിരിക്കും. വേണമെങ്കിലേ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വലിച്ചു നീടുന്നില്ല, കാരണം ഞാൻ 2 എണ്ണം നിങ്ങൾക്കൊരു ഇതിന് കാണിച്ചു തന്നെയാണ് കേട്ടോ. പിന്നെ വളകളുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, ഈ മോഡലാണേ. ഈ ഒരു വർക്ക് വരുന്നൊരു മോഡലുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു വള, ഇതൊരു സിമ്പിളായിട്ടുള്ള വളയാണേ. കണ്ടോ നിങ്ങൾ, ഇങ്ങനെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. സിമ്പിളായിട്ട് ഇപ്പം അമ്മമാർക്കൊക്കെ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇടാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു മോഡലാണിത്. എൻ്റെ കൈക്കില്ലേ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ട് ഞാനത് മാർക്ക് ചെയ്യുന്നു. കാണുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം ഇതൊരു മോഡല്.